യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും മനോഹരമായ ഒരു ആത്മീകമായ യാഥാർത്ഥ്യമാണ് നമ്മൾ ഇന്നായിരിക്കേണ്ടത് അല്ലെങ്കിൽ ആയിരിക്കുന്നത് ആത്മീയമായ ദൈവരാജ്യത്തിൽ ആണ് എന്നുള്ളത്. തീർച്ചയായിട്ടും ആത്മീയമായ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ തന്നെ ആത്മീയമല്ലാത്തതായ അല്ലെങ്കിൽ ദൃശ്യമായിട്ടുള്ള നമുക്ക് കാണുവാൻ കഴിവുള്ളതായ ഒരു ദൈവരാജ്യം വരുന്നുണ്ട് എന്നുള്ള ഒരു പ്രവചന സൂചന നമുക്ക് പുതിയ നിയമ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ ലൂക്കോസിന് സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ സംസാരിക്കുമ്പോൾ യേശു ഇപ്രകാരം പറഞ്ഞു, ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാരായ ആളുകൾ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്. നമുക്ക് കാണുവാൻ കഴിയത്തില്ല, ഇന്നും നമുക്ക് ദൈവരാജ്യത്തെ കാണുവാൻ കഴിയത്തില്ല. പക്ഷേ യേശു പറഞ്ഞു, ദൈവരാജ്യം ഇതാ ഇവിടെ, അത് അവിടെ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതായ ഒരു അവസ്ഥയിലല്ല ദൈവരാജ്യം വരുന്നത്. മറിച്ച് ദൈവരാജ്യം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിലുണ്ട്. അഥവാ കർത്താവ് യേശുക്രിസ്തു ദൃശ്യമായിട്ട് അവരുടെ ഇടയിൽ ഉള്ളപ്പോൾ യേശുക്രിസ്തു രാജാവാണ്. അവന്റെ പ്രജകൾ, അവനിൽ വിശ്വസിക്കുന്നവരായ ആളുകൾ അവന്റെ മക്കൾ അല്ലെങ്കിൽ പ്രജകളാണ്. അപ്പോൾ ആ ഒരു മണ്ഡലം, ആ ഒരു ആത്മീയ മണ്ഡലമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ഇന്ന് ലോകത്ത് ധാരാളം സഭകളുണ്ട്, ധാരാളം സഭാ ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷെ ഈ കാണുന്നൊന്നും അല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇന്ന് നമ്മൾ കാണുന്ന സംഘടനകളോ ഇന്ന് നമ്മൾ കാണുന്നതായ പള്ളികളോ ഒന്നുമല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യം നമുക്ക് കാണാൻ കഴിയുന്നതല്ല. ദൈവവചനത്തെ അനുസരിക്കുകയും കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിക്കുകയും അവന്റെ വചനങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നവരായ ആളുകൾ കർത്താവ് യേശുക്രിസ്തുവിനെ രാജാവായി അംഗീകരിച്ച് അവന് കീഴ്പ്പെട്ടും അവനെ അനുസരിച്ചും അവനെ സ്നേഹിച്ചും അവനാൽ സ്നേഹിക്കപ്പെട്ടും നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ആത്മീയമായ ദൈവരാജ്യത്തിലാകുന്നത്. ആത്മീയമായ ദൈവരാജ്യത്തിലാകുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അവർ ആത്മീയമായ ദൈവരാജ്യത്തിൽ ആണ് എന്നുള്ളത്. ഞാൻ ഈ സന്ദേശമെല്ലാം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു സഭയിലേക്ക് ചേരണം എന്ന് പറയാൻ വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായി ഇരിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യാനല്ല. മറിച്ച് ഞാൻ നിങ്ങളെല്ലാവരെയും കുറിച്ചും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ ആത്മീയമായ ദൈവരാജ്യത്തിൽ ആകണം. കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിലേക്കും യേശുക്രിസ്തുവിനെ അനുസരിച്ചും അതേപോലെ തന്നെ അവന്റെ രാജ്യം ദൃശ്യമായി കടന്നു വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ആ രാജ്യത്തിൽ നമുക്ക് കാണാൻ കഴിയണം എന്നുള്ളതുമാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ ദൃശ്യമായി ദൈവരാജ്യം വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. ഇവിടെ ഈ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഈ ലോകരാജ്യത്വം അത് പിശാചിനാണ് എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. യേശു തന്നെ ആ കാര്യം പറഞ്ഞല്ലോ, ഈ ലോകത്തിന് പ്രഭുവാണ് പിശാച് എന്നുള്ളത്. എന്നാൽ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകരാജ്യത്വം കർത്താവ് യേശുക്രിസ്തു എടുക്കും. എന്നാൽ അതുവരെയും ആത്മീയമായ ദൈവരാജ്യം ഈ ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ആത്മീയ ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ ദൃശ്യമായി നമ്മൾ കാണാൻ പോകുന്ന ദൈവരാജ്യത്വം അത് കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തെ ഭരിക്കുന്നതായ ആ ഒരു കാലം കടന്നു വരാൻ പോവുകയാണ്. അതിന് യാതൊരു താമസവുമില്ല, യാതൊരു മാറ്റവുമില്ല. എന്നാൽ അത് സംബന്ധിച്ച് നമ്മൾ ധാരാളമായി മനസ്സിലാക്കണം. ഈ ദൈവരാജ്യത്തെ നമ്മൾ അറിയണം. ഈ ദൈവരാജ്യത്തെ നമ്മൾ അറിയുന്നത് ഈ ഭൂമിയിലെ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളിൽ നിന്നുമല്ല. കർത്താവ് യേശുക്രിസ്തു തന്നെ, സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന യേശുക്രിസ്തു തന്നെ വളരെ വ്യക്തമായി എന്താണ് ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യമെന്ന് പറയുകയുണ്ടായി. നമ്മൾ ചില ഉപമകൾ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. ഇത് നമ്മൾ യേശുക്രിസ്തു പറഞ്ഞതായ മറ്റൊരു ഉപമയാണ് നമ്മൾ
ചിന്താവിഷയമായി എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം വായിക്കാം. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. പുളിച്ച മാവ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ നമ്മുടെ വീടുകളിൽ അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈസ്റ്റ് ചേർക്കാറുണ്ട്. ഈസ്റ്റ് ചേർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മാവ് പുളിച്ചു വരാൻ വേണ്ടിയാണ്. പുളിച്ചു വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതും നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പുളിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുളിച്ച മാവ് എന്ന് പറയുന്നത്, അതിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമായ പ്രവൃത്തിയും ദൈവരാജ്യ വിഷയം സംബന്ധിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ, മർമ്മങ്ങൾ അതിൽ നിന്ന് പഠിക്കുവാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കെല്ലാവർക്കും നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പരിചയമുള്ള ഒരു കാര്യമാണ് ഈസ്റ്റ് ചേർക്കുക അല്ലെങ്കിൽ പുളിച്ച മാവ് ചേർക്കുക എന്ന് പറയുന്നത്. ഒരു ഗോതമ്പിന്റെ മാവ് അല്ലെങ്കിൽ പുളിക്കാത്തതായ ഒരു പിണ്ഡം മാവ് നമ്മൾ എടുത്തു എന്ന് കരുതുക, അല്ലെങ്കിൽ അരി അരച്ചിട്ട് അതിന്റെ ഒരു മാവ് നമ്മൾ എടുത്തു എന്ന് കരുതുക. അത് ഒരു അപ്പം ഉണ്ടാക്കാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമാണ് ഈ പുളിച്ച മാവ് എന്ന് പറയുന്നത്. കാരണം പുളിച്ച മാവ് അല്പം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ, അല്പം ഈസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രോസസ് അവിടെ ആരംഭിക്കുക. ഒരു കെമിക്കൽ പ്രോസസ് ഒന്നോ അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ പ്രോസസ് ഒന്നോ എന്ന് നമുക്ക് പറയാൻ കഴിയുമാറ് എന്തോ അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ മാവ് പുളിപ്പിക്കാൻ നേരം എൻ്റെ ചെവി ഞാൻ ആ മാവിനോട് ചേർത്ത് വെച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെറിയ ഒരു സൗണ്ട് കേൾക്കാൻ സാധിക്കും. വലിയൊരു ശബ്ദമല്ല, ചെറിയ ഒരു ശബ്ദം. അതിനർത്ഥം സംതിങ് ഈസ് ഹാപ്പനിങ്, എന്തോ സംഭവിക്കുന്നു. അതിനർത്ഥം കർത്താവ് യേശുക്രിസ്തു ഈ ദൈവരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യമെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ ഈ ദൈവരാജ്യത്തിന്റെ ആ ഒരു ചെറിയ അംശം, ഒരു ചെറിയ ആരംഭം ഒരു വ്യക്തിയിൽ കുറിച്ചാൽ അവനെ ആ ദൈവരാജ്യം രൂപാന്തരപ്പെടുത്തും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് യേശു ഇവിടെ പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ചതായ ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ അവൻ രാജാവായി അംഗീകരിക്കുകയും യേശു ക്രിസ്തു അവന്റെ ജീവിതത്തിൽ കർത്താവാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആ നിമിഷം മുതൽ അവന്റെ ഹൃദയത്തിൽ നിന്നും രൂപാന്തരം ആരംഭിക്കും. അതുകൊണ്ട് ദൈവരാജ്യം ചെറുതല്ല. ചെറുതെന്ന് നമുക്ക് തോന്നുമായിരിക്കാം, ലോകത്തിന് തോന്നുമായിരിക്കാം, നമുക്ക് തോന്നുമായിരിക്കും. പക്ഷെ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നും ദൈവരാജ്യത്തിന്റെ ആ പ്രോസസ്സ് അവിടെ ആരംഭിക്കുക. ആദ്യം തന്നെ ആ വ്യക്തിയെ അത് രൂപാന്തരപ്പെടുത്താൻ തുടങ്ങും. പുളിച്ച മാവ്, ആ പുളിച്ച മാവിനോട് ചേർന്നിരിക്കുന്ന ആ മാവിന്റെ, ആ ഡഫിന്റെ കൂട്ടങ്ങളെ അത് രൂപാന്തരപ്പെടുത്തി അത് പിന്നെയും അത് പടർന്ന് ആ പിണ്ടത്തെ മുഴുവനും, ആ മുഴുവൻ മാവിനെയും പൊളിപ്പിച്ച് അത് വർദ്ധിക്കുന്നത് പോലെ ദൈവരാജ്യം നമ്മുടെ ഉള്ളിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ചതായ ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത്, ഈ ദൈവരാജ്യ നിമിത്തം എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക. ഞാൻ ഈ ഒരു വേദഭാഗം വായിച്ചപ്പോൾ ഏതാണ്ട് 2-3 കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് പഠിക്കുവാൻ തക്കോണം ദൈവം എന്നെ സഹായിച്ചു. ഒന്നാമതായിട്ട്, ഈ പുളിമാവ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. മാറ്റങ്ങൾ സംഭവിക്കുന്നു. രണ്ടാമതായിട്ട്, നമ്മളിൽ വർധനവുണ്ടാകുന്നു. അടുത്തതായിട്ട്, നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടും മഹത്വമുള്ളതായിട്ടും മാറുവാനിടയായി തീരുന്നു. ദൈവവചനത്തിൽ ധാരാളം വാക്യങ്ങൾ ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുണ്ട്. ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹബക്കൂക്ക് എന്ന പ്രവാചകൻ എഴുതിയതായ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. അപ്പോൾ യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും എന്ന് പറയുമ്പോൾ ദൈവരാജ്യം ഈ ഭൂമിയിൽ പൂർണ്ണമായി വെളിപ്പെടുന്നതായ ഒരു സന്ദർഭം വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ന് ഭൂമി ദൈവത്തിന്റെ മഹത്വത്താലും പരിജ്ഞാനത്താലും നിറയപ്പെട്ടിട്ടില്ല. ആകാശത്തെ നോക്കുമ്പോൾ, അതേ ഈ പ്രകൃതിയെ നോക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിലും ഇന്ന് ഈ ലോകത്തിൽ ദുഷ്ടത വളരെ പ്രബലമാണ്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഈ ലോകത്തിന്റെ ഭരണാധിപൻ എന്ന് പറയുന്നത് ഇപ്പോൾ പിശാചാണ്. പക്ഷേ ഈ പിശാച് ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ തന്നെ ആത്മീയമായി ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടവരായ ആളുകൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അവരിലൂടെ ദൈവം എന്ത് ചെയ്യുന്നു? ഈ ഭൂമിയെ മഹത്വമുള്ളതാക്കി ദൈവം മാറ്റുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവം ചെറിയ ഒരു പരിവർത്തനത്തിന് തുടക്കമിട്ട്
നമ്മെ പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെടുത്തി, നമ്മുടെ അകവും പുറവും ദൈവം രൂപാന്തരപ്പെടുത്തി, നമ്മളിലൂടെ അനേകരെ ദൈവം രൂപാന്തരപ്പെടുത്തുന്ന പോലെ ഈ ലോകത്തെയും ദൈവം രൂപാന്തരപ്പെടുത്തുമെന്നുള്ളതാണ് ദൈവവചനത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 3:12 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സുമേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നമ്മൾ എവിടേക്കാണ് രൂപാന്തരപ്പെടേണ്ടത്? നമ്മൾ ക്രിസ്തുവിനെ പോലാണ് രൂപാന്തരപ്പെടേണ്ടത്, അല്ലെങ്കിൽ ക്രിസ്തുവിന് തുല്യമായ മാറ്റമാണ് നമ്മളിൽ സംഭവിക്കേണ്ടത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ദൈവവചനത്തിന്റെ വലിയൊരു പ്രത്യാശ എന്ന് പറയുന്നത്, കർത്താവ് യേശു ക്രിസ്തു ഇന്ന് ആത്മീയ ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ സ്ഥാപിച്ചപ്പോൾ തന്നെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഇന്നുള്ള സാത്താന്റെ ആ ആധിപത്യത്തിന് അവസാനം കുറിച്ച് യേശു തന്നെ ഈ ഭൂമിയുടെ ഭരണാധിപനായി, ഈ ലോകത്തിന്റെ ഭരണാധിപനായി വരും. അന്ന് മുതൽ നമ്മൾ ഏവരും ആ ദൈവത്തിന്റെ മഹത്വം അനുഭവിച്ചറിയുമെന്നുള്ള ആ വലിയ പ്രവചനികമായ വാക്തത്വമാണ് നമുക്ക് ഈ വേദഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ലേശം എന്നുള്ളതായ ആ ഒരു കാര്യത്തെ കടുകുമണി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ചെറുത്, അല്പം എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല എന്ന് കരുതരുത്. ദൈവം അല്പമായി ചെയ്യുന്ന ഒരു കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചാൽ നമ്മെ മഹത്വമുള്ളതാക്കി മാറ്റുമെന്നുള്ള വളരെ സുപ്രധാനമായ സന്ദേശമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതേ, ദൈവജനത്തിലെല്ലാം നമുക്ക് അങ്ങനെയല്ല കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ചെറുതിനെ ദൈവം അനുഗ്രഹമാക്കി മാറ്റുന്നത്. 5 അപ്പത്തെയും 2 മീനെയും യേശു അത്ഭുതമാക്കിയും അനുഗ്രഹമാക്കിയും ജനമെല്ലാം വയറ് നിറച്ച് ആഹാരം കഴിച്ച് അവർ ഭക്ഷിച്ച ആഹാരം പിന്നെയും ശേഷിപ്പിക്കുവാൻ തക്കതായി അവൻ്റെ മഹത്വം കൊണ്ട് അവൻ നിറച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും ദൈവം തന്നെ മഹത്വത്താൽ നിറയ്ക്കുവാനിടയായി തീരും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ദൈവരാജ്യത്തിൻ്റെ ആ ആത്മീയ അനുഭവത്തിലേക്ക് ഇന്ന് നിങ്ങൾ പ്രവേശിക്കണം. ഇന്നലെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള ആത്മീയമായ ആ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരുവാൻ സാധിക്കും. അത് ഇന്ന് തന്നെ നിങ്ങൾക്ക് കടന്നു വരുവാൻ സാധിക്കുമെന്നുള്ള സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ കണ്ടാലും എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആത്മീയ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ഇന്ന് ഈ ഭൂമിയിൽ കാണുന്നതായ സഭകൾ, സംഘടനകൾ, ഇതൊന്നുമല്ല ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു നിന്നിരിക്കട്ടെ, ദേ അവിടെ ദൈവരാജ്യമുണ്ട്, ദേ ഇവിടെ ദൈവരാജ്യമുണ്ട്. കർത്താവ് പറയുന്നു, അങ്ങനെയല്ല. ദൈവരാജ്യത്തെ നമുക്ക് കാണാൻ കഴിയത്തില്ല, അത് ആത്മീയമായ ദൈവരാജ്യമാണ്. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നതായ ഒരു സന്ദർഭം വരുന്നുണ്ട്. അന്ന് നമ്മൾ നമ്മുടെ ഈ നഗ്ന കണ്ണുകൾ കൊണ്ടല്ല ദൈവരാജ്യത്തെ കാണാൻ പോകുന്നത്, നമ്മുടെ ആത്മീയ കണ്ണുകളാൽ. അതേ, ദൈവം നമുക്ക് തരുന്നതായ ആ സ്വർഗീയ ശരീരത്താൽ നമ്മൾ ദൈവരാജ്യത്തെ കാണാനും അതേപോലെ അനുഭവിക്കുവാനും ദൈവം നമ്മെ സഹായിക്കും. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലുണ്ടാകട്ടെ. ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് യേശുക്രിസ്തു നിങ്ങളുടെ കർത്താവായി രാജാവായി തീർന്ന് യേശുവിനെ അനുസരിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുമെങ്കിൽ അവിടെ മുതലാണ് നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ആ ആത്മീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ദൈവരാജ്യത്തിൻ്റെ ആ ആത്മീയ അനുഭവം ഇന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകുവാൻ തക്കവണ്ണം നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു തീരുമാനമെടുപ്പാൻ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചിന്തിച്ചതുപോലെ അവർ കേട്ടതായ ദൈവവചനം സാത്താൻ അവരിൽ നിന്ന് അപഹരിക്കാതെ വേണം അവരുടെ ജീവിതത്തിൽ 30, 60, 100 എന്നീ അനുപാതത്തിൽ അവരിൽ വർധനവുണ്ടാകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ വചനം സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായി എന്നെ വിളിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ പങ്കിടുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.